ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇരുമ്പും പുളിയും മത്തിയും വെച്ചൊരു മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ജോക്കോട്ടന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ഇരുമ്പും പുളി പറിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് അവന് ഒരെണ്ണം കഴിച്ചു. അതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോയാലോ. അതിനായി ആദ്യം കുറച്ച് ഇരുമ്പും പുളി എടുത്ത് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ അരിഞ്ഞു വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മീൻ ക്ലീൻ ചെയ്ത് വയ്ക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയതും പിന്നെ 4-5 ഉള്ളിയും ഇട്ട് പിന്നെ 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇനി നമ്മളൊരു ചട്ടി എടുത്ത് നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ അരപ്പ് അതിനകത്തേക്ക് ഇടണം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ ഇരുമ്പും പുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇനി ഈ അരപ്പ് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരത്തേക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി വേറൊരു ചട്ടി എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് ഉള്ളി കുറച്ച് അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ മീനിലേക്കിട്ട് ജസ്റ്റ് ഇളക്കുക. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി. ഇനി കുറച്ച് മീനെടുത്തൊന്ന് വറക്കുക. അതിന് ശേഷം ഒരു പ്ലേറ്റ് എടുക്കുക, കുറച്ച് ചോറിടുക, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ചൂടുള്ള നമ്മുടെ മീൻ കറി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേളിലേക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ 2 മീൻ വറുത്തതും കൂടി വെച്ച് പിന്നെ കുറച്ച് പയർ മെഴുക്കുരട്ടുണ്ടായിരുന്നു അതും കൂടി വെച്ചു. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ ഇരുമ്പും പുളി പിന്നെ കുറച്ച് മീൻ പിന്നെ മീൻ വറുത്തത്, നല്ല ചൂടുണ്ട് കേട്ടോ, മീൻ വറുത്തതും കൂടി ഇട്ട് പിന്നെ നമ്മുടെ പയർ മെഴുക്കുരട്ടി എല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ചാറും കൂടി ഒഴിക്കാം. ചാറും കൂടി വെച്ച് ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഇരുമ്പുളിയുടെ ഒക്കെ പുളി ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. സൂപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.